ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മസാർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഗണിതം പാഠപുസ്തകത്തിലെ 4-ാമത്തെ അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. പാഠത്തിൻ്റെ പേരെന്താണെന്ന് അറിയാമോ കൂട്ടുകാരെ? അധ്യായം 4 പൂക്കൾ തേടി. വളരെ മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും വർണ്ണനകളിലൂടെയും നമുക്ക് കുറേയധികം കണക്കുകൾ പഠിച്ചാലോ? പഠിക്കാം. അതിനു മുന്നേ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ കാണണം. അധ്യായം 4 പൂക്കൾ തേടി. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, മനോഹരമായൊരു ചിത്രം കാണാം. ഒരു കൊട്ടാരവും അതിനു ചുറ്റും മനോഹരമായൊരു പൂന്തോട്ടവുമാണ് കാണാൻ കഴിയുന്നത്. തൊട്ട് മുന്നിലായി ചിന്നുവും മിന്നും ഉണ്ട്. അവർ എന്തൊക്കെയോ സംസാരിക്കുകയാണല്ലോ. എന്താണ് അവർ തമ്മിലുള്ള ചർച്ച? നമുക്ക് നോക്കാം. ഹായ്, നല്ല മണം. ചിന്നുവും മിന്നുവും പൂന്തോട്ടത്തിൽ കയറി വേണ്ടുവോളം പൂക്കൾ പറിച്ചു. അവർ പൂക്കളുമായി വീട്ടിലെത്തി. ഒപ്പം കൂട്ടുകാരും കൂടി. നോക്കിയേ കൂട്ടുകാരെ, ചിന്നുവും മിന്നും ഒത്തിരി പൂക്കൾ പറിച്ചു അല്ലേ? അവർ പൂക്കളുമായി വന്നപ്പോൾ കൂട്ടുകാരെല്ലാം ഒപ്പം കൂടി. ഒരു വലിയ മാല കിട്ടണം, ചിന്നു പറഞ്ഞു. ഒരു പൂക്കളവും വേണം, മിന്നു പറഞ്ഞു. അവർ പൂക്കൾ തരംതിരിച്ച് കൂടയിലാക്കി. നോക്കാം. ഒരു കൂടയിൽ 100 പൂക്കൾ വേണം. ഇത് 99 മാത്രമേ ഉള്ളൂ. അതിനെന്താ, ഒന്നുകൂടി ചേർത്താൽ മതിയല്ലോ. കൂട്ടുകാരെ, ഒരു പൂക്കൂടയിൽ 100 പൂക്കൾ വീതമാണുള്ളത്. ചിന്നുവും മിന്നുവും പൂക്കൾ തരംതിരിച്ച് കൂടകളിലാക്കുകയാണ്. നമുക്ക് നോക്കാം. പൂക്കൾ എത്ര? ഒരു പൂക്കൂടയിൽ 100 പൂക്കൾ വീതം. ഓരോ ഇനത്തിലും എത്ര പൂക്കൾ കണ്ടെത്തി എഴുതും? ഇവിടെ നോക്കിയ കൂട്ടുകാരെ, നീലപ്പൂക്കളാണ് ആദ്യത്തെ വട്ടത്തിനുള്ളിലുള്ളത്. 4 കൂടകളിലാക്കിയാണ് ചിന്നുവും മിന്നുവും വേർതിരിച്ച് വെച്ചിരിക്കുന്നത്. ഒരു കൂടയിൽ എത്ര പൂക്കളാണ്? 100. അങ്ങനെയെങ്കിൽ 4 പൂക്കൂടയിലായി എത്ര പൂക്കളാണ് ഉള്ളത്? 400 പൂക്കൾ. അടുത്ത് നോക്കിയേ, മഞ്ഞപ്പൂവാണ്. 2 കൂടയിലാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കൂടയിൽ 100 പൂക്കൾ. അങ്ങനെയെങ്കിൽ 2 കൂടയിൽ എത്ര പൂക്കളാണ്? 200. അടുത്ത് നോക്കിയേ, പച്ചപ്പൂക്കളാണ്. പച്ചപ്പൂക്കൾ ഒരു കൂടയിൽ മാത്രമാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ എത്രയാണ്? 100. അടുത്ത് നോക്കിയ കൂട്ടുകാരെ, 5 കൂടയിലായി മജന്ത പൂക്കൾ കൂട്ടി വച്ചിരിക്കുകയാണ്. ഒരു കൂടയിൽ എത്ര പൂക്കളാണുള്ളത്? 100. അങ്ങനെയെങ്കിൽ 5 കൂടയിൽ എത്ര പൂക്കളുണ്ട്? അതെ, 500 പൂക്കളാണുള്ളതല്ലേ. അടുത്ത് നോക്കിയേ, ചുവന്ന പൂക്കളാണ്. ചുവന്ന പൂക്കൾ 3 കൂടയിലാണ് ചിന്നുവും മിന്നുവും കൂട്ടി വച്ചിരിക്കുന്നത്. ഒരു കൂടയിൽ എത്ര പൂക്കളാണ്? 100. അങ്ങനെയെങ്കിൽ 3 കൂടയിലുമായി 300 പൂക്കളാണല്ലേ. അടുത്ത് നോക്കിയേ, ഓറഞ്ച് പൂക്കളാണല്ലോ. ഓരോ കൂടയിലും 100 വീതമാണുള്ളത്. എത്ര കൂടകളുണ്ട്? 6 കൂടകളുണ്ടല്ലേ. അങ്ങനെയെങ്കിൽ എത്ര പൂക്കളാണ് ഇവിടെ ഉള്ളത്? 600 പൂക്കളാണ് ഉള്ളത്. ക്രമത്തിൽ എഴുതാം. നമുക്കിപ്പോൾ കിട്ടിയ നമ്പറുകൾ നമുക്ക് ക്രമത്തിൽ എഴുതാമോ? എഴുതിക്കോളൂ. 100, 200, 300, 400, 500, 600, 700, 800, 900. ഞങ്ങളെത്ര? പറയൂ. ഉറുമ്പും പൂമ്പാറ്റയും തത്തയും പറയുന്നത് നോക്കിയേ. അവരുടെ എണ്ണം നമുക്ക് കളത്തിൽ എഴുതാമോ? എഴുതാം. ഉറുമ്പ് കുട്ടൻ പറയുന്നു, ഞങ്ങൾ 100 വീതം 4 കൂട്ടങ്ങൾ. അപ്പോൾ 100ൻ്റെ 4 കൂട്ടങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ എത്ര പേരാണ് ഉറുമ്പുകളുള്ളത്? 400 പേരാണ്. അപ്പോൾ പൂമ്പാറ്റ പറയുകയാണ്, ഞങ്ങൾ 100 വീതം 3 കൂട്ടങ്ങളാണ്. അങ്ങനെയെങ്കിൽ പൂമ്പാറ്റകളുടെ കൂട്ടം എത്രയാ? അടുത്ത് നോക്കിയേ, തത്തമ്മ പറയുകയാണ്, ഞങ്ങൾ 100 വീതം 2 കൂട്ടങ്ങളാണുള്ളത്. അങ്ങനെയെങ്കിൽ തത്തകൾ എത്രയാണ്? 200. മാല കോർക്കാമോ? ചിന്നുവും മിന്നുവും പറഞ്ഞില്ലേ കൂട്ടുകാരെ, മാല ഉണ്ടാക്കാമെന്ന്. ആദ്യം മാല ഉണ്ടാക്കിയാലോ? ഓരോ ഇനത്തിലുള്ള 10 പൂക്കൾ വീതം കോർക്കാം.
എല്ലാവരും സമ്മതിച്ചു. ഇവിടെ നോക്കിയേ, നമുക്ക് ഓരോ മാലയിലും ഓരോ സംഖ്യകളുണ്ടല്ലേ? ഏതൊക്കെ സംഖ്യകളാണ്? 10, 20, 30. അടുത്ത് 40, 50, 60, 70, 80, 90, 100, 110 അവിടെയുണ്ട്. 120, 130, 140, 150, 160, 170, 180, 190, 200. അപ്പോൾ എത്ര പൂക്കളാണ് വേണ്ടത്? അപ്പോൾ മാല കോർക്കാൻ എത്ര പൂക്കളായി? 200. മാല കോർത്തത് കണ്ടില്ലേ? എത്ര പൂക്കൾ വേണ്ടി വന്നു? 200 പൂക്കൾ വേണ്ടി വന്നു. എങ്ങനെ കണ്ടെത്തി? ഓരോന്നായി കൂട്ടി നോക്കിയല്ലേ? മാലയ്ക്കകത്ത് ക്രമമായി സംഖ്യകൾ എഴുതി നോക്കൂ. ആകെ വേണ്ടി വന്ന പൂക്കൾ 200 പൂക്കളം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മാല കോർത്തില്ലേ കൂട്ടുകാരെ? ഇനി ചിന്നുവും മിന്നുവും പറഞ്ഞ പോലെ പൂക്കളം ഉണ്ടാക്കാം. പൂക്കളം തീർക്കാനായി മിന്നുവും കൂട്ടുകാരും ശേഖരിച്ച പൂക്കളാണ് താഴെയുള്ളത്. എത്രയെന്ന് കണ്ടെത്തി എഴുതാമോ? കൂടയിൽ 100 പൂക്കളാണുള്ളത്. ഇവിടെ 10, 20 അങ്ങനെ കൂട്ടം കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ 100നോട് 10 കൂട്ടിയാൽ എത്രയാണ്? 110. രണ്ടാമത്തേത്, ഒരു കൂടയിൽ 100 പൂക്കളുണ്ട്, 20 കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ട്, 120. അടുത്തത്, ആദ്യത്തേൽ കൂടയിൽ 100 പൂക്കളാണുള്ളത്, 4 കൂട്ടങ്ങളാക്കി 10ൻ്റെ കൂട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 140. അടുത്ത് നോക്കിയേ, കൂടയിൽ 100 പൂക്കളുണ്ട്, 3 കൂട്ടങ്ങളായി 10ൻ്റെ കൂട്ടങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 130. അടുത്ത് 100ൻ്റെ ഒരു പൂക്കൂടയുണ്ട്, 5 കൂട്ടങ്ങളായി 10ൻ്റെ പൂക്കളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 150 പൂക്കളാണ് ഉള്ളത്. നമുക്ക് മാല കോർക്കാം. പൂക്കൾ ശേഖരിച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്നോളൂ കൂട്ടുകാരെ. നിറം നോക്കി പൂക്കളെ തരംതിരിക്കണം. 10ൻ്റെ കൂട്ടങ്ങളാക്കൂ. ഓരോ മാലയ്ക്കും ഉപയോഗിച്ച പൂക്കൾ എത്ര എണ്ണമാണെന്ന് കൂട്ടുകാരെ എഴുതിക്കോളൂ. മാല 1ൽ 100, മാല 2ൽ 210, മൂന്നാമത്തെ മാലയിൽ 90. ഏറ്റവും കൂടുതൽ പൂക്കൾ ഉപയോഗിച്ച മാല ഏതാണ്? രണ്ടാമത്തെ മാലയാണ്. അതിൽ എത്ര പൂക്കളാണ്? 210 പൂക്കളായി. അടുത്ത് സംഖ്യാമരം. സംഖ്യാമരത്തിൽ വിട്ടുപോയ സംഖ്യകൾ എഴുതാമോ? ദാ സംഖ്യയുടെ ഇലകളിലും ശിഖരങ്ങളിലും മരത്തിൻ്റെ ഇലകളിലും ശിഖരത്തിലുമൊക്കെ വിട്ടുപോയ സംഖ്യകൾ കാണാമല്ലോ. നമുക്ക് എഴുതിയാലോ? 150 ഒരിലയിലുണ്ട്. അടുത്തതോ 160. അടുത്ത് 170 കൊടുത്തിട്ടുണ്ടല്ലേ? തൊട്ടടുത്ത് എന്താ? 180. അടുത്ത് 190. അടുത്ത് 200. താഴെ നോക്കിയേ, നമ്മുടെ ശിഖരത്തിൽ എഴുതാം. 50, 60, 70, 80 കൊടുത്തിട്ടുണ്ട്. 90, 100. അപ്പം ഇതുപോലെ കൂട്ടുകാർ വിട്ടുപോയ സംഖ്യകളൊക്കെ കൂട്ടി എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാൻ മറന്നു പോവല്ലേ. സംഖ്യാവള്ളി, ഇതും സംഖ്യകൾ എഴുതാൻ തന്നെയാണ് കേട്ടോ. ഇലകളിൽ ക്രമമായി സംഖ്യകൾ എഴുതാം. 100, 110, 120. ഇനി എത്രയാണ് എഴുതേണ്ടത്? 130 എഴുതിക്കോളൂ. അടുത്ത് 140, 150, 160, 170, 180. കൂട്ടുകാർ ഇലകളിൽ ക്രമമായി സംഖ്യകൾ എഴുതണം കേട്ടോ. ഇതുപോലെ ക്രമമായി എഴുതാനും പാറ്റേൺ പൂർത്തിയാക്കാനും ഒക്കെ കൂട്ടുകാർക്ക് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരെ നന്നായി പഠിച്ചേക്കണേ. മാമ്പഴം എത്ര? ചിന്നുവിൻ്റെ കൂട്ടുകാർ കുറേ മാമ്പഴം കൊണ്ടുവന്നു. മാമ്പഴത്തിൻ്റെ എണ്ണം എത്രയെന്ന് കളങ്ങളിൽ എഴുതാമോ? എഴുതിക്കോളൂ. ഇവിടെ കൂടകളിൽ 100 മാമ്പഴങ്ങൾ വീതമാണുള്ളത്. അല്ലാതെ 1, 5, 10 അങ്ങനെയൊക്കെ കൂട്ടി വച്ചിട്ടുണ്ട്. ആദ്യത്തെ ഇതിൽ നോക്കിയേ, കൂടയിൽ 100 മാമ്പഴമുണ്ട്, അല്ലാതെ 1 മാമ്പഴമുണ്ട്. അപ്പോൾ 101 മാമ്പഴമാണ് ഉള്ളത്. രണ്ടാമത്തേൽ നോക്കിയേ, 100 എണ്ണമുണ്ട്, അടുത്ത് 5 മാമ്പഴമാണുള്ളത്. എഴുതിക്കോളൂ. അങ്ങനെയെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയാൽ 105 മാമ്പഴങ്ങളാണുള്ളത്. അടുത്ത് 100 മാമ്പഴമാണ് കൂടയിലുള്ളത്. തൊട്ടടുത്ത് 9 മാങ്ങകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 + 9, 109 മാങ്ങകളാണുള്ളതല്ലേ. അടുത്ത് 100ൻ്റെ ഒരു കൂട മാമ്പഴവും തൊട്ടടുത്തായിട്ട് 8 മാമ്പഴങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര എണ്ണമാണ് ആകെയുള്ളത്? 108 മാമ്പഴങ്ങളാണ് ഉള്ളത്. അടുത്ത് തൊട്ടടുത്തായിട്ട് 100ൻ്റെ ഒരു കൂട മാമ്പഴവും 4 മാമ്പഴങ്ങളും വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ എത്ര മാമ്പഴങ്ങളാണുള്ളത്? 104 മാമ്പഴങ്ങൾ ഉണ്ട്.
കൂട്ടുകാരിത് എഴുതിയോ? എഴുതിക്കോളൂ. അടുത്ത സംഖ്യാതോരണം. നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ തോരണത്തിലെ ചില സംഖ്യകളും വിട്ടുപോയിട്ടുണ്ട്. അവ നമുക്ക് പൂർത്തിയാക്കി എഴുതാം. ഇവിടെ നോക്കിയേ, 100നോട് 1 കൂട്ടിയാൽ 101, 100നോട് 2 കൂട്ടിയാൽ 102, 100നോട് 3 കൂട്ടിയാൽ 103. അപ്പോൾ 100നോട് എത്ര കൂട്ടിയാൽ 104 ആകും? 4 എഴുതിക്കോളൂ. അടുത്ത് 100നോട് 4 കൂട്ടിയാൽ 104, 100നോട് 5 കൂട്ടിയാൽ 105, 100നോട് 6 കൂട്ടിയാൽ 106, 100നോട് 7 കൂട്ടിയാൽ 107, 100നോട് 8 കൂട്ടിയാൽ 108, 100നോട് 9 കൂട്ടിയാൽ 109, 100നോട് 10 കൂട്ടിയാൽ 110. അപ്പോൾ കൂട്ടുകാർ ഇത് എഴുതാൻ മറന്നു പോവല്ലേ. അപ്പോൾ ക്ലിയറായിട്ട് കൂട്ടുകാരെ എഴുതണം. അടുത്ത് നോക്കിയേ, കൂട്ടുകാർക്കും പൂക്കളം. മിന്നുവിൻ്റെ പൂക്കളം കൂട്ടുകാർ കണ്ടു. അവരും പൂക്കളം ഒരുക്കാൻ പൂക്കൾ ശേഖരിച്ചു. പൂക്കളുടെ എണ്ണം കണ്ടെത്തി എഴുതാമോ? ഇവിടെ നോക്കിയേ, ആദ്യമായി കുരങ്ങൻ ശേഖരിച്ചത് നോക്കാം. 100 പൂക്കളുടെ ഒരു കൂടയും 10 പൂക്കളും അതുപോലെ 2 പൂക്കളുമാണ് ആകെ കുരങ്ങൻ ശേഖരിച്ചത്. അപ്പോൾ നമുക്ക് കൂട്ടാം. 100 അധികം 10 അധികം 2, 112 പൂക്കളാണ് കുരങ്ങൻ ശേഖരിച്ചത്. അടുത്ത് നോക്കിയേ, മാൻ ശേഖരിച്ചത് 100ൻ്റെ ഒരു കൂട്ടം പൂവും അതുപോലെ തന്നെ 10ൻ്റെ 2 കൂട്ടങ്ങളും അതുപോലെ 3 പൂക്കളുമാണ് മാൻകുട്ടൻ ശേഖരിച്ചത്. അങ്ങനെ ആകെ 123 പൂക്കളുകൾ മാൻകുട്ടൻ ശേഖരിച്ചു. അടുത്ത് തത്തമ്മ 100ൻ്റെ ഒരു കൂട്ട പൂക്കളും അതുപോലെ 10ൻ്റെ 8 കൂട്ടങ്ങളും 1ൻ്റെ 8 കൂട്ടങ്ങളുമാണ് നമ്മുടെ തത്തമ്മ പൂക്കളമൊരുക്കാൻ ശേഖരിച്ചത്. അങ്ങനെയെങ്കിൽ എത്രയാണ്? എഴുതിക്കൊള്ളൂ. 188 പൂക്കളാണ് തത്തമ്മ ശേഖരിച്ചത്. അടുത്ത് ആനയും പൂക്കൾ ശേഖരിച്ചു. ആന 100ൻ്റെ ഒരു കൂടപ്പൂവും അതുപോലെ തന്നെ 10ൻ്റെ 6 പൂക്കൂടകളും അതുപോലെ 6 പൂക്കളുകളും ശേഖരിച്ചു. കൂട്ടി നോക്കിയേ, 166 പൂക്കളാണ് ആന ശേഖരിച്ചത്. കൂടുതൽ പൂക്കൾ ശേഖരിച്ചത് ആരാ? അതെ, തത്തമ്മയാണല്ലേ. എഴുതിക്കോളൂ. സംഖ്യയുണ്ടാക്കാം. നോക്കിയേ കൂട്ടുകാരെ, ഓരോ റൗണ്ടുകളിലും ഓരോ സംഖ്യകൾ കൊടുത്തിട്ടുണ്ടല്ലേ. ആദ്യത്തേതിൽ 100, അടുത്തതിൽ 10 മുതൽ 90 വരെയുണ്ട്, അടുത്ത് 1 മുതൽ 9 വരെയുള്ള സംഖ്യകളുമുണ്ട്. അപ്പോൾ ഓരോ കൂട്ടത്തിൽ നിന്നും ഒരു കാർഡ് വീതം എടുത്ത് നമുക്ക് സംഖ്യ ഉണ്ടാക്കാം. രാജേഷ് എടുത്ത കാർഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കി, 100ൻ്റെ ഒരു കാർഡ്, 30ൻ്റെ ഒരു കാർഡ്, 3ൻ്റെ ഒരു കാർഡ്. 3 കൂടെ കൂട്ടി നോക്കി, 100 അധികം 30 അധികം 3, 133. അടുത്ത കാർഡ് നോക്കി, 100, അടുത്തടുത്തത് 40 ആണ്, അടുത്തടുത്ത കാർഡ് 7 ആണ്. കൂട്ടി നോക്കി, 100 അധികം 40 അധികം 7 അധികം 147. ഇനി കൂട്ടുകാർ കാർഡ് എടുത്തു ചെയ്ത് നോക്കിയേ. 100 അധികം 40 അധികം 6, 146. അടുത്ത് നോക്കിയേ, 100 അധികം 30 അധികം 4, 134. അടുത്ത് 100 അധികം 60 അധികം 9, 169. അടുത്ത് 100 അധികം 90 അധികം 1, 191. കൂട്ടുകാർക്ക് കിട്ടിയ ഏറ്റവും വലിയ സംഖ്യ ഏതാ? എഴുതിക്കോളൂ, 191. ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? 199. ഏറ്റവും ചെറുതോ? 111. കടയിലേക്ക്. ചിന്നുവും മിന്നും പച്ചക്കറികൾ കടയിൽ കൊണ്ടുപോയി വിറ്റു. ചിന്നുവിന് കിട്ടിയ നോട്ടുകളും നാണയങ്ങളും നോക്കിയേ. ഇവിടെ 100ൻ്റെ ഒരു നോട്ടും 10ൻ്റെ 5 നോട്ടും 1 രൂപയുടെ 5 നാണയങ്ങളും കിട്ടി. ചിന്നുവിന് എത്ര രൂപയാണ് കിട്ടിയത്? കൂട്ടിക്കോളൂ. അതെ, 155 രൂപയാണ് കിട്ടിയത്. എങ്ങനെയാണ് കൂട്ടുകാർ കണ്ടുപിടിച്ചത്? 100 അധികം 50 അധികം 5 സമം 155. മിന്നുവിന് 4 100 രൂപ നോട്ടും 1 100 രൂപ നോട്ടും 1 5 രൂപ നോട്ടും കിട്ടി. മിന്നുവിന് എത്ര രൂപ കിട്ടി? കൂട്ടിക്കോളൂ. 145. ആർക്കാണ് കൂടുതൽ കിട്ടിയത്? ചിന്നുവിനാണ് കൂടുതൽ കിട്ടിയത്. എത്രയാണ് കൂടുതൽ? 10 കൂടുതൽ കിട്ടിയത്. ചിന്നുവും മിന്നുവും 100 രൂപ വീതം അമ്മയ്ക്ക് കൊടുക്കാനായി മാറ്റിവെച്ചു. ഇനി ഓരോരുത്തരുടെയും കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ട്?
ചിന്നുവിൻ്റെ കയ്യിൽ 55 രൂപയും മിന്നുവിൻ്റെ കയ്യിൽ 45 രൂപയും ബാക്കിയുണ്ട്. അടുത്ത് നോക്കി, അവർ സാധനങ്ങൾ വാങ്ങാനായി കടയിലേക്ക് പോയി. ചിന്നുവിന് 55 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെ വിലയ്ക്കുള്ള സാധനങ്ങൾ ചിന്നുവിന് വാങ്ങാൻ കഴിയും? നോക്കിയേ, 40 രൂപയ്ക്കുള്ള ഒരു പാവയും 15 രൂപയ്ക്കുള്ള ഒരു ബോട്ടിലും വാങ്ങിക്കാം അല്ലേ? 55 രൂപയായില്ലേ? അടുത്ത് 35 രൂപ വിലയുള്ള ഒരു ബാസ്ക്കറ്റും 20 രൂപ വിലയുള്ള ഒരു കാറും വാങ്ങിക്കാൻ പറ്റുമല്ലേ? അടുത്ത് നോക്കിയേ, 30 രൂപ വിലയുള്ള ഒരു കപ്പും അതുപോലെ 25 രൂപ വിലയുള്ള ഒരു പ്ലേറ്റും വാങ്ങിക്കാൻ പറ്റും. അടുത്ത് നോക്കി, മിന്നുവിന് 45 രൂപയ്ക്ക് 2 സാധനങ്ങൾ വാങ്ങണം. ഏതൊക്കെ വിലയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങാം? 35 രൂപയ്ക്കുള്ള ഒരു ബാസ്ക്കറ്റും അതുപോലെ തന്നെ 10 രൂപയ്ക്കുള്ള ഒരു ബോളും വാങ്ങിക്കാം. അടുത്ത് 40 രൂപയ്ക്കുള്ള ഒരു പാവയും 5 രൂപയ്ക്കുള്ള ഒരു കപ്പും വാങ്ങിക്കാം. 20 രൂപയ്ക്കുള്ള ഒരു ടോയ് കാറും 25 രൂപയ്ക്കുള്ള ഒരു പ്ലേറ്റും വാങ്ങിക്കാം. അപ്പോൾ 2 പേർക്കും വാങ്ങിക്കാൻ കഴിയുന്ന സാധനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. അടുത്ത് വിവിധ വിലയ്ക്കുള്ള 2-3 സാധനങ്ങൾ എടുക്കുക. വിലകൾ എഴുതി പൂർത്തിയാക്കാമോ? 35 രൂപയ്ക്ക് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാം? എഴുതിക്കോളൂ. 15 രൂപ വിലയുള്ള ഒരു ബോട്ടിലും 20 രൂപ വിലയുള്ള ഒരു കാറും വാങ്ങിക്കാം. പിന്നെ 30 രൂപ വിലയുള്ള ഒരു മഗ്ഗും 5 രൂപ വിലയുള്ള ഒരു കപ്പും വാങ്ങിക്കാം. അടുത്ത് 25 രൂപ വിലയുള്ള ഒരു പ്ലേറ്റും 10 രൂപ വിലയുള്ള ഒരു ബോളും വാങ്ങാം. പിന്നെയോ 35 രൂപയ്ക്ക് ഒരു ബാസ്ക്കറ്റും വാങ്ങിക്കാം. അടുത്ത് 50 രൂപയുണ്ട്. എന്തൊക്കെ വാങ്ങാം? എഴുതിക്കോളൂ. 40 രൂപ വിലയുള്ള ഒരു പാവയും 10 രൂപ വിലയുള്ള ഒരു ബോളും വാങ്ങാം. 15 രൂപ വിലയുള്ള ഒരു കപ്പും 35 രൂപ വിലയുള്ള ഒരു ബാസ്ക്കറ്റും വാങ്ങാം. പിന്നെയോ 5 രൂപ വിലയുള്ള ഒരു കപ്പും 15 രൂപ വിലയുള്ള ഒരു ബോട്ടിലും 20 രൂപ വിലയുള്ള ഒരു കാറും വാങ്ങാം. 20 രൂപ വിലയുള്ള ഒരു കാറും 30 രൂപ വിലയുള്ള ഒരു മഗ്ഗും വാങ്ങാം. പിന്നെയോ 2 പ്ലേറ്റുകൾ വാങ്ങിക്കാം അല്ലേ? അപ്പം ഇതുപോലെ കൂട്ടുകാരും വിലകൾ എഴുതി പൂർത്തിയാക്കാൻ പഠിച്ചോളൂ. ചിന്നുവും മിന്നുവും പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ചിന്നുവിന് ഒരു ചിന്ത. അതെ മിന്നു, നമ്മൾ പൂക്കളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ പച്ചക്കറികളെല്ലാം ചിണ്ടൻ കൊണ്ടുപോയി കളയും. വാ, നമുക്ക് തോട്ടത്തിലേക്ക് പോകാം. ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും ക്യാരറ്റ് തോട്ടത്തിലേക്ക് ചിണ്ടൻ കയറിയാലോ? നോക്കാം. ചിണ്ടൻ ചാടിപ്പോയിരിക്കുന്നതാണ് ഇവിടെ സംഖ്യകൾ കൊടുത്തിരിക്കുന്നത്. 100, 102, 104, 106. ചിണ്ടൻ ഇതേ ക്രമത്തിൽ ചാടിയാൽ ഏതൊക്കെ കളങ്ങളിലൂടെ ഇനിയും ചാടും? എഴുതാം. 100, 102, 104, 106, 108, 110, 112. മറ്റു കളങ്ങളിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? ക്രമത്തിൽ എഴുതിക്കോളൂ. 101, 103, 105, 107, 109, 111, 113. ഇതുപോലെ കൂട്ടുകാർക്ക് സംഖ്യാ പാറ്റേണുകൾ എഴുതാനായിട്ടുള്ള ചോദ്യം എക്സാമിന് ചോദിക്കും. അപ്പോൾ അത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. വിളവെടുപ്പ്. പച്ചക്കറികൾ ചട്ടികളിൽ നട്ടിരിക്കുന്നത് കണ്ടോ? ചട്ടികൾക്ക് നമ്പർ ഇട്ടാലോ? ഇവിടെ കുറച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളവയ്ക്ക് നമ്പർ കൊടുക്കാം. ആദ്യം കൊടുത്തിരിക്കുന്നത് 150 രണ്ടാമത് 151 കൊടുത്തിട്ടുണ്ട്. അടുത്ത് 152 കൊടുത്തിട്ടുണ്ട്. അടുത്ത ഓരോന്നിനും എഴുതാം. 153, 154, 155, 156, 157, 158, 159, 160. തക്കാളി തൈകൾ വേർതിരിക്കാം. തക്കാളി എല്ലാം പഴുത്തു തുടങ്ങി. ക്രമത്തിലാണ് തക്കാളി തൈ വച്ചിരിക്കുന്നത്. നമ്പറില്ലാത്തവയ്ക്ക് നമുക്ക് നമ്പർ കൊടുക്കാം. ക്രമമായി നമ്പർ ഇടണം. 150, 155, 160, 165, 170, 175, 180. 5 വീതമാണ് കൂടി പോയിരിക്കുന്നതല്ലേ? അടുത്ത് നോക്കി. സംഖ്യാപൂക്കൾ. ഓരോ ചട്ടിയിലെയും പൂക്കളിലെ സംഖ്യകൾ ക്രമത്തിലാണ്. പൂക്കളിൽ വിട്ടുപോയവ എഴുതാമോ? എഴുതിക്കോളൂ. 189, 190, 191. അടുത്ത് 170, 171, 172 കൊടുത്തിട്ടുണ്ട്. അടുത്ത് 150, 151 കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തൊട്ടു മുന്നിലുള്ള സംഖ്യ ഏതാ? 149. എഴുതിയോ? കളങ്ങൾ പൂർത്തിയാക്കാം. ചില കളങ്ങളിൽ സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അവ കിട്ടിയത് എങ്ങനെയാണ്?
നെടുകയും കുറുകയും സംഖ്യകളുണ്ട്. സംഖ്യകൾ തമ്മിൽ കൂട്ടി എഴുതിയാൽ മതി. 1 1 കൂട്ടിയാൽ 2 എഴുതാം. 2 2 കൂട്ടിയാലോ 4. 2 1 കൂട്ടിയാൽ 2. അതുപോലെ കൂട്ടി എഴുതിക്കോളൂ. കൂട്ടുകാർ കൂട്ടി എഴുതിയോ? അടുത്ത് ഇതുപോലെ എല്ലാ കളങ്ങളും പൂർത്തിയാക്കണം കേട്ടോ. 10 എങ്ങനെയൊക്കെ കിട്ടുമെന്ന് ചുവടെയുള്ള കളങ്ങളിൽ എഴുതാം. 1 9 കൂട്ടിയാൽ 10, 2 8 കൂട്ടിയാൽ 10, 5 5 കൂട്ടിയാൽ 10, 6 4 കൂട്ടിയാലും 10, 7 3 കൂട്ടിയാലോ 10, 15 നിന്ന് 5 കുറച്ചാലോ 10, 12 നിന്ന് 2 കുറച്ചാലും 10, 13 നിന്ന് 3 കുറച്ചാൽ 10, 19 നിന്ന് 9 കുറച്ചാലോ 10. അടുത്ത് നോക്കി കളത്തിലെ മറ്റൊരു സംഖ്യ എടുക്കൂ. ഏതൊക്കെ സംഖ്യ കൂട്ടിയാലാണ് ഈ സംഖ്യ കിട്ടുക എന്ന് നോക്കാം. 16. നോക്കിയേ കൂട്ടുകാരെ, 8 8 കൂട്ടിയാലും 16ആണ്. 7 9 കൂട്ടിയാലോ 16. 11 5 കൂട്ടിയാൽ 16. 13 3 കൂട്ടിയാൽ 16. 10 6 കൂട്ടിയാൽ 16. അടുത്ത് 18 എന്ന സംഖ്യ എങ്ങനെ എഴുതാം? 12 6 കൂട്ടിയാൽ 18, 10 8 കൂട്ടിയാൽ 18, 9 9 കൂട്ടിയാൽ 18, 14 4 കൂട്ടിയാൽ 18, 15 3 കൂട്ടിയാലും 18. അടുത്ത് 26 എന്ന സംഖ്യയാണ്. കൂട്ടി എഴുതിക്കോളൂ. അടുത്തൊരു സംഖ്യ കൂട്ടുകാർ കണ്ടെത്തി എഴുതുമല്ലോ അല്ലേ? കൃഷിയിലേക്ക് ചിന്നുവും മിന്നും മരച്ചീനി നടാൻ തീരുമാനിച്ചു. ചിന്നുവിൻ്റെ തോട്ടം കണ്ടു. കമ്പ് നട്ടു. ചിന്നു നട്ടത്, മിന്നു നട്ടത്, ആരാണ് കൂടുതൽ നട്ടത്? എത്രയാണ് കൂടുതൽ നോക്കാം. ചിന്നു നട്ടത് 34 എണ്ണം. എണ്ണി എഴുതണേ. മിന്നു നട്ടതോ 29 എണ്ണം. ആരാണ് കൂടുതൽ നട്ടത്? ചിന്നു. എത്രയാണ് കൂടുതൽ? 34 നിന്ന് 29 കുറച്ച് നോക്കിയേ. 5 എണ്ണമാണ് കൂടുതൽ. ആകെ എത്ര എണ്ണമാണുള്ളത്? രണ്ടും കൂടെ കൂട്ടി നോക്കിയേ. 34 നിന്ന് 29 കൂട്ടിയാൽ മതി, 62. ഇവിടെ നോക്കിയേ കൂട്ടുകാരെ, മാസങ്ങൾ കഴിഞ്ഞു. മരച്ചിനി പാകമായി. ചിന്നു 7 മരച്ചിനി പിഴുതെടുത്തു. ധാരാളം കിഴങ്ങുകൾ വയറു നിറയെ കഴിച്ചു. ബാക്കി കൂട്ടുകാർക്കും കൊടുത്തു. ബാക്കിയുള്ള മരച്ചിനി പിഴുതെടുത്ത് ചന്തയിൽ വിറ്റാലോ? വിൽക്കാനായി എത്ര എണ്ണം ബാക്കിയുണ്ട്? എങ്ങനെ കണക്കാക്കും? 34 നിന്ന്, അതായത് ചിന്നുവിലുള്ള 34 മരച്ചിനികളിൽ നിന്ന് 7 എണ്ണം കുറച്ചാൽ മതിയല്ലേ? കുറച്ച് നോക്കൂ. ബാക്കി എത്ര എണ്ണമാണുള്ളത്? 27 എണ്ണമാണ് ബാക്കിയുള്ളത്. മിന്നു 28 മരച്ചിനിയിൽ നിന്ന് 9 എണ്ണമാണ് വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചത്. ബാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. എങ്കിൽ വിറ്റതിൻ്റെ എണ്ണം എത്രയാണ്? എഴുതിക്കോളൂ. 28 നിന്ന് 9 കുറച്ചാൽ പോരെ? 19 എണ്ണമാണ് മിന്നു ചന്തയിൽ കൊണ്ടുപോയി വിറ്റത്. അടുത്ത് ചിന്നു 27 മരച്ചിനിയും മിന്നു 19 മരച്ചിനിയുമാണ് ചന്തയിൽ വിറ്റത്. അവർ ആകെ എത്ര മരച്ചിനി വിറ്റു? കൂട്ടിക്കോളൂ. 27 + 19 = 46 മരച്ചിനി അവർ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. സംഖ്യ എത്ര? താഴെയുള്ള വട്ടത്തിൽ എഴുതാമോ? 16 17 കൂട്ടി നോക്കൂ. 33. 23 8 കുറച്ച് നോക്കൂ. 15. 44 നിന്ന് 6 കുറച്ചാലോ? 38. 25 29 കൂട്ടിയാലോ? 54. 46 35 കൂട്ടിയാലോ? 81. ഇതുപോലെ കൂട്ടി എഴുതാൻ കൂട്ടുകാർ പഠിക്കണേ. കുഞ്ഞനാനയുടെ വാഴത്തോട്ടം. വാഴക്കൃഷിയെപ്പറ്റി അറിയാൻ ചിന്നുവും മിന്നും കുഞ്ഞനാനയുടെ വീട്ടിലെത്തി. എന്നാണ് വാഴക്കൃഷി തുടങ്ങിയത്? ജനുവരിയിൽ. പിന്നീട് വാഴ വളർന്നു വന്നു. കുഞ്ഞനാന പറഞ്ഞു. ജനുവരി മുതൽ വാഴയുടെ വളർച്ച നോക്കൂ. ഏതു മാസമായിരിക്കും വാഴ കുലച്ചത്? എഴുതിക്കോളൂ. ഓഗസ്റ്റിലാണ് വാഴ കുലച്ചത്. മാസങ്ങളുടെ പേര് ക്രമമായി എഴുതാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. മാസങ്ങളുടെ പേര് പഠിച്ചു വെച്ചേക്കണേ കൂട്ടുകാരെ. കലണ്ടറിലെ തീയതികൾ. ഇവിടെ നോക്കി, 2015 ഡിസംബറിലെ കലണ്ടറാണ്. ചില തീയതികൾ വിട്ടുപോയിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ്? ഇന്ന് തീയതി 13, ഞായറാണ്. ശനിയാഴ്ചയാണ് ചന്ത ദിവസം. അങ്ങനെയെങ്കിൽ ചിന്നു പറഞ്ഞ ചന്ത ദിവസം എന്നാണ്? 19-ാം തീയതി അല്ലേ? അടുത്ത ശനിയാഴ്ച എത്രയാണ് തീയതി? കുഞ്ഞനാന ചോദിക്കുവാണ്. 19 ചിന്നു പറഞ്ഞു. ഇനി നോക്കി, ഇവിടെ വിട്ടുപോയ സംഖ്യകൾ എഴുതാം. 7 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാലോ 9. അടുത്ത് 14 കഴിഞ്ഞാൽ 15, 16. കളങ്ങൾ പൂർത്തിയാക്കൂ.
13 ഞായർ, 14 തിങ്കൾ, 15 ചൊവ്വ, 16 ബുധൻ, 17 വ്യാഴം, 18 വെള്ളി, 19 ശനി. അപ്പോൾ കൂട്ടുകാർ ആഴ്ചകളുടെ പേരെഴുതാനും മാസങ്ങളുടെ പേരെഴുതാനും പഠിച്ചേക്കണം കേട്ടോ. പാറ്റേൺ കണ്ടെത്താം. ഞായറാഴ്ചയിലെ തീയതികൾ നമുക്ക് ക്രമത്തിൽ എഴുതാം. 6, 13, 20, 27. തിങ്കളാഴ്ചയിലെ തീയതികളോ എഴുതിക്കോളൂ. 7, 14, 21, 28. എന്ത് പ്രത്യേകതയാണ് കൂട്ടുകാർ കണ്ടെത്തിയത്? ഒരു തിങ്കളാഴ്ച തീയതി 20 ആണെങ്കിൽ തൊട്ടടുത്ത തിങ്കളാഴ്ച ഏത് തീയതിയാണ്? അതിൻ്റെ അടുത്ത തിങ്കളാഴ്ചയോ? ഡിസംബർ 22 മുതൽ 31 വരെ അവധിയാണെങ്കിൽ അവധി എത്ര ദിവസമാണ്? കൂട്ടുകാർ കണ്ടെത്തി എഴുതിക്കോളൂ. ചെയ്തു നോക്കാം. കാട്ടിലെ കല്യാണം. കിങ്ങിണിമാനിൻ്റെ കല്യാണം വന്നു. കാട്ടിലെല്ലാവരും സന്തോഷത്തിലാണല്ലോ. വിരുന്നൊരുക്കണം. ശങ്കരൻ കുരങ്ങനാണ് വിരുന്നിൻ്റെ ചുമതലക്കാരൻ. പലതരം സാധനങ്ങളുമായി ഓരോരുത്തരും എത്തി. 35 തേങ്ങയുമായി കുഞ്ഞനാന എത്തി. 18 കൈതച്ചക്കയുമായി പുള്ളിമാനും 27 കൈതച്ചക്കയുമായി ഓട്ടക്കാരൻ കുതിരയെത്തി. 42 പപ്പായയായി ചിന്നുമാനും 42 പപ്പായ ചിന്നുമുയലും 67 പപ്പായ കുറുക്കച്ചാരനും കൊണ്ടുവന്നു. 30 തേങ്ങ കുരങ്ങച്ചനും കൊണ്ടുവന്നു. കൂടുതൽ തേങ്ങ കൊണ്ടുവന്നതാരാ? ആനയാണ്. എത്രയാണ് കൂടുതൽ? 5. ആകെ എത്ര തേങ്ങയാണ് കൊണ്ടുവന്നത്? 35 എണ്ണം കുഞ്ഞനാനയും 30 എണ്ണം കുരങ്ങച്ചനും അല്ലേ? അങ്ങനെ 65 തേങ്ങ കൊണ്ടുവന്നു. സദ്യയ്ക്കായി 55 തേങ്ങ വേണം. ബാക്കി ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ എത്ര? ഉണ്ടാകുമല്ലേ? 65-ൽ നിന്ന് 55 കുറച്ചാൽ എത്രയാണ്? 10 തേങ്ങകളാണ് ബാക്കി ഉണ്ടാവുക. ആകെ എത്ര കൈതച്ചക്കയാണ് കൊണ്ടുവന്നത്? 18 കൈതച്ചക്ക പുള്ളിമാനും 27 കൈതച്ചക്ക നമ്മുടെ കുതിരയും കൊണ്ടുവന്നു. എത്രയാണ് ആകെ? 45 എണ്ണമാണ്. ഉപയോഗിച്ച ശേഷം 8 എണ്ണം ബാക്കി വന്നു. ഉപയോഗിച്ച കൈതച്ചക്ക എത്രയാണ്? 45-ൽ നിന്ന് 8 കുറച്ചോളൂ. 37 എണ്ണമാണ് ഉപയോഗിച്ചത്. പപ്പായ 100 എണ്ണം ഉപയോഗിച്ചു. ബാക്കി ഉണ്ടാകുമോ? എത്ര പപ്പായയാണ് കൊണ്ടുവന്നത് കൂട്ടുകാരെ? അതെ, ചിന്നുമാൻ 42 എണ്ണവും അതുപോലെ തന്നെ പപ്പായ 67 എണ്ണം കുറുക്കച്ചാരനും കൊണ്ടുവന്നു അല്ലേ? ബാക്കി ഉണ്ടാകുമോ? ഉണ്ടാകും. എത്രയാണ്? 109 എണ്ണമാണ് ആകെ ഉണ്ടായിരുന്ന പപ്പായ. അതിൽ 100 എണ്ണം ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ 9 എണ്ണമാണ് ബാക്കിയുള്ളത്. വേഗത്തിൽ ഉത്തരം കണ്ടെത്താം. ചിത്രത്തിൽ 10ൻ്റെ കൂട്ടങ്ങളും അല്ലാത്തവയുമുണ്ട്. ഓരോന്നിൻ്റെയും എണ്ണം ചുവടെയുള്ള കളങ്ങളിൽ എഴുതി ആകെ എത്രയെന്ന് കണ്ടെത്താം. ഇവിടെ നോക്കിയ 10ൻ്റെ 2 കൂട്ടങ്ങളും അല്ലാതെ 4 എണ്ണമുണ്ട്. കൂട്ടി എഴുതിക്കോളൂ. 24. അടുത്തത് 10ൻ്റെ 1 കൂട്ടവും 5 എണ്ണവും അല്ലാതെയുണ്ട്. 15 എണ്ണം. അടുത്ത് നോക്കി ആകെ എണ്ണം എങ്ങനെ കണ്ടെത്തും? 24-നോട് 15 കൂട്ടി നോക്കൂ. 39. അടുത്ത് പേനകൾ. 10ൻ്റെ 5 കെട്ടുകളുണ്ട്, അല്ലാതെ 6 എണ്ണം ഉണ്ട്. എഴുതിക്കോളൂ. 56. അടുത്തത് 3 എണ്ണവും അടുത്ത് 7 എണ്ണവും അല്ലാതെ ഉണ്ട്. 37. ആകെ 93 എണ്ണമാണ് പേനകൾ ഉള്ളത്. ആരെല്ലാം ചേർന്നാൽ 100 ആകും. ചുവടെയുള്ള കളങ്ങളിൽ ഏതൊക്കെ സംഖ്യകൾ കൂട്ടിയാൽ 100 കിട്ടും? അവ കണ്ടെത്തി എഴുതാം. 30-നോട് 70 കൂട്ടിയാൽ 100, 90-നോട് 10 കൂട്ടിയാൽ 100, 60-നോട് 40 കൂട്ടിയാൽ 100, 75-നോട് 25 കൂട്ടിയാലും 100 കിട്ടും. പാറ്റേൺ പൂർത്തിയാക്കാം. വട്ടങ്ങളിലെ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്തി നോക്കിയേ. പാറ്റേൺ പൂർത്തിയാക്കൂ. ഇതുപോലെ അവസാന ചിത്രത്തിലെ സംഖ്യകളും എഴുതണം കേട്ടോ. കൂട്ടിക്കോളൂ. 42, 18, 24. കൂട്ടുകാരെ, നമ്മളിന്ന് 4ാമത്തെ അധ്യായം പഠിച്ചു അല്ലേ? പൂക്കൾ തേടി. വളരെ മനോഹരമായ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കണക്കുകളാണല്ലേ. കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ പാറ്റേണുകൾ എഴുതാനും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ കൂട്ടുകാരെ? അതുപോലെ മാസങ്ങളും ആഴ്ചകളും എഴുതാൻ പഠിച്ചു. എണ്ണൽ സംഖ്യകൾ ഓരോന്നായി കൂട്ടിക്കൂട്ടി എഴുതാനും പഠിച്ചില്ലേ? പഠിച്ചു. അപ്പോൾ ഇതെല്ലാം കൂട്ടുകാർ ഓർത്തിരിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്